പൊതുവെ ആർക്കും ഇഷ്ടമല്ലാത്തൊരു വെജിറ്റബിൾ ആണ് പീച്ചിങ്ങ അല്ലേ, റിഡ്ജ് ഗാർഡ്. എനിക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇതുപോലെ കറി വെച്ച് തുടങ്ങിയതിൽ പിന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പീച്ചിങ്ങ വാങ്ങാൻ തുടങ്ങിയത്. കുട്ടികൾ പോലും പിന്നെ ഈ പച്ചക്കറി വേണ്ടാന്ന് പറയില്ല. ചോറിന് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇതിനുവേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഇളം പീച്ചിങ്ങയാണ് കേട്ടോ. മൂത്തതാണെങ്കിൽ ചിലപ്പോൾ ഒക്കെ കയ്പ് ഉണ്ടാവാറുണ്ട്. ഇത് വാങ്ങുമ്പോൾ ഏകദേശം 400 ഗ്രാം ഉണ്ടായിരുന്നു. ഇനി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിനേക്കാളും കുറയും. ഇനി ഇത് റണ്ണിങ് വാട്ടറിൽ നന്നായി കഴുകി വൃത്തിയാക്കണം. ഒരു ബ്രഷ് ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് അതിൽ പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാം. ഇതിൻ്റെ വരമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതേപോലെ. ഇനി ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ അല്ലിക്ക് കയ്പ് രുചി ഉണ്ടോ എന്നുള്ള ഒന്ന് വായിലിട്ട് നോക്കിയാൽ മതി. കയ്പ് രുചി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂട്ടി കട്ട് ചെയ്തെടുക്കാം. ഞാനെടുത്ത ചുരക്കയ്ക്ക് കയ്പ് രുചിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അല്ലിയും കൂട്ടി കട്ട് ചെയ്ത് ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതും അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞതും എടുക്കാം. പച്ചമുളക് ഒരു 3 എണ്ണം എരിവുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കീറി കൊടുക്കാം ചേർക്കുന്നതിന് മുന്നേ. ഒരു 10 ചെറിയുള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നീളത്തിൽ മുറിച്ചെടുത്തത് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായി തന്നെ വഴറ്റാം. ഇഞ്ചി ഒന്ന് നന്നായിട്ട് കുക്കായി വരണം. പച്ചമുളകിൻ്റെ നിറം മാറണം. ഉള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടണം. ആ ഒരു പാകത്തിനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതായപ്പം നമ്മൾ ആദ്യം ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. പച്ചപ്പൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ചേർത്തിട്ട് തക്കാളിയുടെ തോല് ഒന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതായപ്പോൾ തോല് വിട്ട് വരുന്ന പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച പീച്ചിങ്ങ കഷ്ണങ്ങൾ ചേർക്കാം. ഇളം പീച്ചിങ്ങ ആയതുകൊണ്ട് ധാരാളം വെള്ളത്തിന്റെ അംശം ഉണ്ടാവും ഇതിൽ. വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങും. ഞാനൊരല്പം ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ ഒന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം, വഴറ്റി കൊടുക്കാം. പീച്ചിങ്ങയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ എണ്ണയിലൊന്ന് വഴറ്റിയാൽ പീച്ചിങ്ങയുടെ സ്വാദൊന്ന് വർദ്ധിക്കും. അടുത്തതായി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ. പിന്നെ കുരുമുളക് പൊടി അതൊരു 1/4 ടീസ്പൂൺ. ഇതല്ലാതെ ഇതിലേക്ക് വേറൊരു പൊടിയും മസാലപ്പൊടിയും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ചുമന്ന മുളക് പൊടി ചേർക്കുന്നതിനേക്കാളും രുചിയാണ് ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്ത് പീച്ചിങ്ങ ഉണ്ടാക്കുമ്പോൾ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് ഒരു 10-30 സെക്കൻഡ് നേരം ഒന്ന് അടച്ചു വെക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്ക് ഇതിലേക്ക് അടുത്തത് എത്ര വെള്ളം ചേർത്ത് കൊടുക്കണം എന്നുള്ള ഒരു രൂപം കിട്ടുള്ളൂ. കാരണം നല്ലോണം വെള്ളമുള്ള ഒരു പച്ചക്കറിയാണിത്. ഇതാ കണ്ടോ, ഇതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കണ്ടോ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് നമ്മുടെ കൺസിസ്റ്റൻസി, നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 150 മില്ലിയാണ്. അത്ര മതി, എനിക്ക് അത്ര ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. മാത്രമല്ല നമ്മൾ ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടെ ചേർക്കും. തേങ്ങയുടെ 2ാം പാൽ ചേർത്തതിന് ശേഷം ഞാൻ അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. 1 മിനിറ്റ് നേരം അല്ലെങ്കിൽ പച്ചക്കറി വേവുന്നത് വരെ. ഞാനൊരു ഏകദേശം 1.5 മിനിറ്റിൻ്റെ അടുത്ത് തിളപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പീച്ചിങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞ് കലങ്ങി പോയിട്ടില്ല. ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം തേങ്ങയുടെ 1ാം പാല് ചേർക്കാം, നല്ല കട്ടിപ്പാല്. അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെയ്തത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യാം. ഇത് ഇനി തിളയ്ക്കോ ചൂടാവോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നേരം കഴിയും തോറും ഈ കറിക്ക് കുറച്ചുകൂടി ഒരു നല്ല ബ്രൈറ്റ് മഞ്ഞ നിറവും വരും, കുറച്ച് തിക്കാവുകയും ചെയ്യും.
ഇതാ ഇപ്പോൾ കുറച്ചുകൂടി മഞ്ഞ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ താളിപ്പും കൂടെ കൊടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടേബിൾ സ്പൂൺ പച്ചരിയും ചേർക്കാം. ഇനി ഇതിൽ കടുകൊന്ന് പൊട്ടി വരണം, ഉഴുന്നുപരിപ്പിന്റെ നിറം മാറണം, പച്ചരി ഒന്ന് പഫപ്പ് ആകണം. ആ ഒരു പാകത്തിനെത്തുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളക് ഒരു 3 എണ്ണം, 3-4 എണ്ണം, 1-2 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മുതൽ 6 സെക്കൻഡ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. കടുക് താളിച്ചത് നേരെ കറിയിലേക്ക്. ഉഴുന്നും അരിയും താളിക്കുന്നത് കൊണ്ട് ഈ കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയും കിട്ടും കേട്ടോ. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഒരു പേടിയും കൂടാതെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. കാരണം പീച്ചിങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് കമൻറ്റിലിടൂ ഫീഡ്ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.